കൊല്ലത്ത് CPM ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു മുസ്ലിം ലീഗ് CPMന്റെ വർഗീയ നിലപാടുകൾ കാരണമാണ് പാർട്ടി വിട്ടതെന്നും ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനമാണെന്നും സുജ പറഞ്ഞു. സാദിഖലി തങ്ങളിൽ നിന്ന് സുജ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. തെക്കൻ കേരളത്തിൽ ഒരു പുതിയ പ്രതിഭാസം ഉണ്ടാവുകയാണെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു. കൊല്ലം ജില്ലയിലാണ്, അതായത് സാദിഖലി തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിസ്മയം മുസ്ലിം ലീഗിൽ ഉണ്ടാകുന്നത് ഈ തെക്കൻ ജില്ലകളിലാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കൊല്ലത്ത് CPMന്റെ രണ്ടാം ടൈമിൽ, അതായത് കൊട്ടാരക്കര സമ്മേളനവും അതിനുശേഷം കൊല്ലത്ത് വെച്ച് ചേർന്ന സമ്മേളനത്തിലും CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുജാ ചന്ദ്രബാബു ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗിന്റെ അംഗത്വം സ്വീകരിച്ചുകൊണ്ട് ലീഗിലേക്ക് ചേർന്നിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് CPMനുണ്ടായിരുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അതിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുജാ ചന്ദ്രബാബു എന്ന് പറയുമ്പോൾ 30 വർഷത്തെ പാർട്ടി ബന്ധമാണ്. അംഗത്വം 30 വർഷമായുണ്ട്. 3 ടൈം അഞ്ചൽ പ്രസിഡന്റ് ആയിരുന്നു. ഒരു തവണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. അതോടൊപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ പാർട്ടി അംഗത്വം വിട്ടിരിക്കുന്നത്. ഇന്നത്തെ CPMന്റെ കപട വർഗീയത എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതനിരപേക്ഷതയിൽ ഊന്നിയ പ്രവർത്തനമായിരുന്നു അവരുടെ പ്രവർത്തനം. ആ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നതും പ്രവർത്തിച്ചു വന്നതും. ഇന്ന് അതിൽ വെള്ളം ചേർക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതും അതോടെ ഈ മുസ്ലിം ലീഗിലേക്ക് വരാൻ എന്നെ ചെയ്ത വികാരത്തിലെത്തിച്ചത്. 3 പതിറ്റാണ്ടിന്റെ ഒരു ബന്ധമാണ് അവസാനിപ്പിക്കുന്നത്. അധ്യാപന സമയത്ത് തുടങ്ങിയ 3 പതിറ്റാണ്ടിന്റെ ബന്ധം. ഞാൻ SM കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിക്കുന്ന സമയത്താണ് പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനത്തിലൂടെ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആവുന്നതും തുടർന്ന് 3 ടൈം പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാമായി. എൻ്റെ 30 വർഷക്കാലത്തെ എല്ലാ സമയവും CPMനും അതിന്റെ പ്രവർത്തകർക്കും വേണ്ടി വിനിയോഗിച്ച ഒരാളാണ് ഞാൻ. ലീഗിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്? കാര്യം ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ച് പല വിമർശനങ്ങളുമാണ് പല കോണുകളിൽ നിന്ന് വന്നുവരിക്കുന്നത്. ആ ഒരു സമയത്താണ് ഒരു നേതാവ് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം ലീഗിലേക്ക് വരുന്നത്. പല കോണിൽ നിന്നും വിമർശനങ്ങൾ വരുമ്പോഴും ഞാൻ പഴയ നാളുകൾ മുതലേ ഞാനുമായി ബന്ധപ്പെട്ട അഞ്ചലിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നോടൊപ്പം പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ടായിരുന്നു. ഇബ്രാഹിം കുട്ടിയാക്ക. ആ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന മേഖലകളിലെല്ലാം അവരുടെ പ്രവർത്തകരുണ്ട്. അവരധിവസിക്കുന്ന മേഖലയിലാണ് ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിൽ ഊന്നിയ ഒരു പ്രദേശമായിട്ടാണ് അഞ്ചൽ പ്രദേശം. ഉയർന്ന നിലവാരത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരേ വീട്ടിലെ അംഗത്വത്തെ പോലാണ് അഞ്ചലിലെ മുസ്ലിം സമുദായത്തിലുള്ളവരും എല്ലാ സമുദായത്തിലുള്ളവരും മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു പ്രത്യേകത അഞ്ചലിനുണ്ട്. അവിടെ ഇതുവരെ യാതൊരു വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള നിലപാടുമായിട്ടാണ് അഞ്ചലിലെ പ്രബുദ്ധരായ ജനം മുന്നോട്ട് പോകുന്നത്.